ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതേരെങ്കിലും രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ. വേറെ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ വ്യാഴം രാവിലെ പള്ളിയിൽ പോകണം. വൈകുന്നേരമാണ് സാധാരണ നമ്മൾ പോണത് സമ്പളൂർ പള്ളിയിൽ. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ തൊട്ടടുത്ത അമ്പഴക്കാട് പള്ളിയിൽ ബിനീഷ് പോണേ. പക്ഷെ എനിക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റൂല. എനിക്ക് ഇന്ന് രാവിലെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു 6:45 കോച്ചിങ്ങിന് പോകണം കേട്ടോ. ആ ടൈമിൽ ബിനീഷ് ഇവിടെ പള്ളിയിൽ പോകും. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നടക്കാൻ പോകുന്നത്. അതെ, അപ്പോൾ ഇന്ന് ചെറുതായിട്ട് വൈകുന്നേരം ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് എങ്ങനെയെന്ന് അറിയില്ല, നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല. എന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നേരത്തെ അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ആ ഒരു വായി പിടിച്ച് വൈകുന്നേരം ഉണ്ടാക്കി ക്ഷീണിച്ച് പള്ളിയിൽ പോകാൻ നിൽക്കണം. അപ്പോൾ അതിന് പിന്നെ രാവിലെ തന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഫ്രീ ആവാം. വൈകിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ഇങ്ങനെ ബിനീഷ് പറഞ്ഞ പോലെ തന്നെ ആലോചിക്കുന്നുണ്ട്. അത് നോക്കട്ടെ, പറ്റുക നമ്മളത് ഈ വീഡിയോ വഴി കാണിക്കാം നിങ്ങളെ. അതും ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടാണ്. ഞാൻ നേരെ കോച്ചിങ്ങിനും ബിനീഷിനെ ഇനി പള്ളിയെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. എന്നിട്ട് ഇയാളെ വൈകുന്നേരം പള്ളിയിൽ ഞാൻ വിടും, അത് വേറെ കാര്യം. പിന്നെ പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അതെ, ഇന്ന് പോകാതിരിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ ബിനീഷ് പോകണമാണ്. അപ്പം നേരെ കോച്ചിങ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇയാൾ നേരത്തെ വരുമായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു. വരിയിരിക്കുന്നു. ഒരു 9 9:30 അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാം പോയിട്ടൊക്കെ വരാട്ടെ ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് കടയിൽ വന്നു ചെറിയൊരു ഷോപ്പിംഗ്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മുട്ട മേടിക്കാനുണ്ടായിരുന്നു, ബട്ടർ, പാല്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അതന്നെ, ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനങ്ങളൊക്കെ മേടിച്ചതേ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണേട്ടാ. അപ്പോൾ അതേ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടാ. ബ്രെഡ്, ചീസ്, പിന്നെ അതുപോലെ തന്നെ അതേ ഇവിടെ നല്ല ബൂസ്റ്റ് ഇട്ട് ഒരു പാൽ ചായ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഇന്നലെ കുറച്ച് പിസ്ത മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ അത് കൊടുത്ത്, പിന്നെ അതേ എനിക്കിവിടെ ബുൾസ അതുകൊണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് പാലും അപ്പം റെഡിയാക്കണം, അതുണ്ടാക്കണം. അപ്പം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും 10 മണിയാവും കഴിയുമ്പോൾ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം, പെട്ടെന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ പരിപാടിയാണ് നിന്ന്. അതാണ് ഇങ്ങനെ ആലോചിച്ചത്. ഇനിയിപ്പോൾ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കണം ഇവിടെ രാവിലെ. നമുക്ക് ഇന്നലത്തെ കറിയൊക്കെ ഉള്ള കാരണം, പിന്നെ ചോറും കറിയൊക്കെ ഉള്ള കാരണം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ചോറ് വെക്കണോ? അപ്പൊ അത് കാരണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇന്ന്. അതും തേങ്ങ മുതിക്കണം, തേങ്ങ ചേരണ്ടണം, അതൊക്കെ അങ്ങനത്തെ അപ്പവും പാലും ഉണ്ടാക്കാനുള്ള പരിപാടിയല്ലേ. നമുക്ക് ഉണ്ടാക്കാം. പാല് പിഴിഞ്ഞെടുക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണം. ഇതേ പേരൊക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടോ. പേരൊക്കെ പഴുത്ത് കിടക്കണേന്ന് പറഞ്ഞിട്ട് പഴുത്ത് കിടപ്പുണ്ടോ? ഒരെണ്ണം ഞങ്ങള് രാവിലെ തന്നെ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഒരെണ്ണം താഴെ വീണ് കിടക്കണേ. പല ടൈപ്പിലാണ് പഴുക്കുന്നത്. അതെ, ഇത് കണ്ടോ പേരൊക്കെ നല്ല പഴുത്ത് കണ്ട വേണ്ട. വാവ്, അത് തന്നെ ഇത് ഇവിടെ രണ്ടെണ്ണം ഉണ്ടായി കിടപ്പുണ്ട്. സത്യം പറഞ്ഞ കവറിട്ട് കൂടി കണ്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത്തവണയാണ് ഇത്രയും ഉണ്ടായേക്കണം അല്ലേ ചേ? ഇത്തവണ കുറേ ഉണ്ടായിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ, അതായത് ചെറുത് വലുത് അതിന്റെ വലുത് അങ്ങനെ ഭയങ്കര പല പല ടൈപ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോട്ടെ, അതല്ലേ അത് ഞാൻ കാണിച്ചായിരുന്നു. ഇപ്പൊ വീടല്ലേ ഏട്ടാ, കയ്യെത്തിച്ചെത്തിച്ച് അതിസാഹസികമായിട്ടാണ് പറിക്കണേന്നൊക്കെ പറയുന്നത്. എൻ്റെ കയ്യിൽ ഇടമില്ല, ഞാനൊരു കൊട്ട എടുത്തിട്ട് വരാന്നാ. അതെ, വേറെ നമ്മുടെ മാങ്ങ കിടക്കണ്ട. മാങ്ങ ഇവിടെ 2 കിടപ്പുണ്ടേ. അതായത് ഇവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് കുറേ ടൈമിൽ തന്നെ 2 ടൈപ്പ് പേരൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് അതേ കാണിച്ചു തരട്ടെ നമുക്ക്. ഒരേ ടൈമിൽ തന്നെ 2 പേരൊക്കെ എന്നൊക്കെ പറയും. ഇതായി കിടക്കണേ. അത് പറിച്ചു. ചാട് കേറ് മാറ്, ഞാൻ പറിക്കാം. അത് ബിനീഷിന്റെ കയ്യെത്തൂല ഗൈസ്. അപ്പൊ അത് എങ്ങനെയാ ദേ. പിന്നെ ഇതൊക്കെ ഇവിടെയും പഴുത്ത് ഇത് ഇങ്ങനെ പഴുക്കണ ഒരു ടൈപ്പ്. പക്ഷേ ഇത് അറിയൂല പഴുക്കണത്. ഞങ്ങൾക്ക് 2-3 അങ്ങനെ ഇത് പിടിച്ച അവിടെ ഉണ്ട്. ആയിട്ടില്ലെന്ന് ചോദിച്ചു. പക്ഷേ ഇല്ലേ, ഇത് ഇങ്ങനെ നെക്കുമ്പോ അറിയാൻ പറ്റും. പിടിച്ച ഇതവിടെ ആയി കിടക്കണം. ഇത് ഇല്ലേക്ക് കിടക്കണ്ട. ഇല്ലേ കണ്ടില്ലേ? അത് പറിക്കാന്ന് കാര്യം താഴ്ത്താനുള്ള.
സുഖമായിട്ട് പറിക്കാണ്ട്. അതെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാ പഴുത്ത് ഇതായി വന്നിട്ടുണ്ട്. ഞങ്ങള് എല്ലാം ഞങ്ങൾ പറിക്കാറില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം പിടിച്ച് മേരിയമ്മ കൊടുക്കും. ഇനി അപ്പുറത്ത് ഇത് അവിടെ പറഞ്ഞ പഴുത്ത് കിടപ്പുണ്ട്. അത് വിനീഷ് കണ്ടിട്ടില്ല. ഏതാണ്? ആ ഒന്നും എനിക്ക് പൊട്ടിക്കാനുള്ള അവസരം കിട്ടണില്ല ഗൈസ്. അതെ കയ്യെത്തൂല, അതൊക്കെ പിന്നെ പറിക്കാം. അത് വേണമെങ്കിൽ കവറിട്ട് കെട്ടി വെച്ചോ, അപ്പൊ നല്ല നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ നല്ല സൂപ്പർ ഉണ്ട്. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ പേരക്ക് നോക്കി, പേരൊക്കെ നല്ല ടേസ്റ്റ്, നല്ല ചുവപ്പാണ്. ഇത് ഹൈബ്രിഡ് ആണ്. കടിച്ചു കാണിച്ചു കൊടുത്തേ. തുടക്കട്ടെ. ഏത് ഈ മഞ്ഞ കടിക്കാം അല്ലേ? മഞ്ഞ ഏതെങ്കിലുമൊക്കെ എടുത്തു വന്നു. അത്യാവശ്യം പഴുത്തുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇതേ കാണിച്ചു നോക്കിയ കഴിച്ചുണ്ട, നല്ല മധുരമുണ്ട് ഈ പേരൊക്കെ. കാര്യങ്ങളൊന്നുമില്ല, കേടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് വെട്ടി നല്ലോണം വെള്ളമൊക്കെ കുടിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിട്ടാ. പിന്നെ ഇതിനേലും ഈ അളവിനേലും നല്ല വലിയ പേരൊക്കെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു 5-6 അത്ര കിട്ടുള്ളൂ. 10-12 കിട്ടി. ഇതിപ്പോ തന്നെ ഞങ്ങൾക്കൊരു 10-50 അതിൽ മേലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ കണ്ട, ഇത് നമ്മുടെ ചെറിയ നാടൻ ടൈപ്പാണ് കേട്ടോ. ഇവിടെ പറഞ്ഞ പഴുത്ത് കിടപ്പുണ്ട്, അപ്പോൾ അത് പറിക്കാം. പക്ഷെ ഇതിനും അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇവനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇല്ല അത് ഞാൻ പൊട്ടിച്ച് നിന്നലെ തന്നില്ലേ, എനിക്ക് കാണിച്ചില്ല കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അതാണ് കേട്ടോ. ഞാൻ മേരിയമ്മ കൊടുക്കും. നമ്മുടെ മേരിയമ്മ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഗ്ലാമർ താരമാണ് ഇരിക്കണത്. പിന്നെ മേരിയമ്മയുടെ ഫോട്ടോ ഞാൻ എന്തായാലും എടുക്കൂല. മേരിയമ്മക്ക് രാവിലെ തന്നെ ഒരു പേരൊക്കെ കൊടുക്കണം. അത് ഞങ്ങക്ക് ഇപ്പൊ നേർച്ച നല്ല വലുത് നല്ല മധുരമുണ്ട്. ഫുൾ പണിയാണ് കേട്ടാ. ഇന്ന് പെസക വെള്ളിയാഴ്ച പണിയെടുക്കാൻ പാടില്ല. പെസക വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച. പെസക അന്നത് അത് പറിച്ചു കൊടുക്കടാ, താഴെ കിടക്കണം. കടിച്ചു തിന്നാനുള്ള എളുപ്പത്തിന് നല്ല പഴുത്താണ് ഞാൻ കൊടുക്കണം. പഴുക്കണം നല്ലോണം. കറി എന്താ അവിടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ പിന്നെ എവിടെ ആദ്യം ഇത് കണ്ടത് ഇവിടെയൊക്കെ ഉണ്ടായി ഇങ്ങനെ. അല്ല ഇതൊന്നും പഴുത്ത് തന്നെ ആദ്യം കിടക്കണം. അത് ഞാൻ കണ്ടായിരുന്നു. അത് വേണം, കാരണം അതും കൂടിയൊക്കെ പൊട്ടിച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ അതേ പുതിയൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ബിനീഷൊക്കെ. അപ്പൊ ആ ഗിഫ്റ്റ് അതിന്റെ അലാറം അടിച്ചങ്ങനെ അവിടെ വാഷിംഗ് മെഷീനിൽ തൂങ്ങിയിട്ടിട്ടുണ്ട് കേട്ടാ. സത്യത്തില് നാളെ നീ ദുഃഖവെള്ളി കാര്യങ്ങളൊക്കെ അല്ലേ അലക്കാൻ വേണ്ടിട്ട് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ബെഡ്ഷീറ്റും ഇതൊക്കെ ഒന്ന് മാറ്റി അലക്കി. അപ്പൊ അതേ ഒരു ഗിഫ്റ്റ് കിട്ടിയത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ല. ഇത് എനിക്ക് ഒരു പ്രൊമോഷന്റെ ഇത് വന്നതാണ്, അതിന്റെ പറ്റി എടുത്തതാണ്. അപ്പൊ അതേ ഇതിന്റെ ഉള്ളിൽ നല്ലൊരു കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെ തയ്യാറെടുപ്പിലെ ഞങ്ങള് ഭയങ്കര ഭാരം. അപ്പൊ ഞങ്ങളുടെ അപ്പം പാലും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഞാൻ നല്ല ഉറക്കമായിരുന്നു, പെട്ടിനെ കിടക്കണേയിരുന്നു. അല്ല ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നിക്കണം. ഇയാള് തേങ്ങ ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ പോയി. അതിൽ 2 തേങ്ങ 3 തേങ്ങ ചീത്തയായി പോയി. പിന്നെ റോണോന്റെ ഫുഡിന്റെ പരിപാടി കഴിഞ്ഞ് അവൻ കഴിച്ചില്ല. അവന്റെ ഇഷ്ടത്തിന് അവിടത്തെ എടുത്തിരിക്കാൻ കിടക്കുന്നുണ്ട്. ഞാൻ പോയി ഒന്ന് കിടന്ന് എല്ലാ പരിപാടിയും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തോണ്ട് ഇന്ന് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കുറച്ചേരം ഫോൺ നോക്കിയപ്പോ വന്നേക്കണേന്ന്. താൻ ഇവിടെ കിടക്കാൻ പാടില്ല, താൻ ഇങ്ങടെ എഴുന്നേറ്റ് പാടും. ഞാൻ അവിടെ എന്തൊക്കെയാണ് ചെയ്യണേന്ന് എനിക്ക് അറിയോ, എന്തൊക്കെയോ മാങ്ങാത്തിരിയൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. തേങ്ങ മാത്രം പൊടിച്ചിട്ട് പോയി. പിന്നെ ഈ ഭാഗത്തോട്ട് ഒരു നിഴല് പോലും കാറ്റ് പോലും എന്റെ പണി എനിക്ക് എടുക്കട്ടെ. എത്ര വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായി? അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നിക്കറിയാൻ പാടില്ല, ചൂടാണ്. ഞാൻ അതാണ് കുറച്ച് AC ഒക്കെ ഇട്ടിട്ട്. അല്ല അപ്പം പാലം ഉണ്ടാക്കാൻ എനിക്കറിയാം. തനിക്കല്ലേ അറിയുള്ളൂ. തനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ചെയ്തു. തേങ്ങ തിരണ്ടി തന്നെ തേങ്ങ പാല് പിഴിഞ്ഞ ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാ, നിന്റെ ഡ്യൂട്ടിയാ. എല്ലാ കൊല്ലം എനിക്ക് ചെയ്തു. പക്ഷെ ഈ കൊല്ലം മാത്രം ചെയ്തു. അത് ഇങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും തീർത്തിരിക്കണം അപ്പത്തിന് അതെ വിളിക്കണത് വീണ്ടും വിളി വന്നു. ഈ അലക്കൽ ഇത്ര നേരോട്ട് കഴിഞ്ഞിട്ടില്ലെന്നായിരിക്കും അവര് ചോദിക്കാൻ പോകും. തീർന്നിട്ടില്ല, കുറച്ചേരം പണിയിലായി പിലാക്കാനും വിട്ടുപോയി. ഞാൻ നോക്കുമ്പോ ഇവിടെ
വീഡിയോ എടുക്കുക മറ്റേ ട്രൈപോഡൊക്കെ വെച്ച് ഇങ്ങനെ വെക്കണേണ് ആള്. പിന്നെ എനിക്ക് ഷോർട്സ് എടുക്കണേ, എന്റെ ചാനലിലെ കാര്യം എനിക്ക് നോക്കട്ടെ. അത് വേണം. ഉത്തരവാദിത്വം എപ്പോഴും വളരെ നല്ലതാണ്. അപ്പൊ എന്തായാലും ഞാൻ വർത്താനം പറഞ്ഞു നിൽക്കുള്ള സമയം പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തേങ്ങയൊക്കെ ചിരട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോ വന്നിട്ട് ചോദിച്ചാൽ എന്താ ചെയ്യണ്ട, ശർക്കര ഇടിക്കണം. എല്ലാം കഴിഞ്ഞെന്ന് പറയും. ശർക്കര എടുത്തിങ്ങനെ ആ ശർക്കര ഇടിച്ചു തരാം, അതോടെ കഴിയുമല്ലോ. ഇത് കണ്ടേ ഞാൻ എന്താ ചെയ്യണ്ട, കുടിച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ. ഡുക്കോളിന്റെ സഹകാരമൊക്കെ പോയി. നോട്ട് വയലൻസ്. അതെ, സ്വന്തമായി ട്രൈപോഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടോട്ടാ, ഇങ്ങനെ ചെറിയ ചെറിയ ഷോട്ടുകൾ ചെറുതായിട്ട് ശർക്കര പാലായിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാല കുടിക്കണോ അല്ലേ? തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് ഒഴിക്കുക, ഓഫാക്കി വെക്കാത്തുള്ളൂ. ഇത് നോക്കിയ നിങ്ങൾ ഈ ഒരു ഇത് നോക്കി വിഷ്വല് നോക്കി നിങ്ങളിത് കണ്ട ഗൈസ്. ക്യാമറ അതല്ല പുതിയ പൗച്ച്, പുതിയ സ്ക്രീൻ, മൊത്തത്തിൽ പണിയാണ്ട. ആകെ പണിയാക്കി വെച്ചേക്കണ ബിനീഷ് ഇവിടെ. അതാ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത് പറ. അത് ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമോ മാഡം? ഒന്ന് കേക്കട്ടെ മാഡത്തിന്. കട്ടിയായിക്കോളും. അപ്പൊ നമ്മുടെ അപ്പവും പാലൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പവും പാലും മുറിക്കലും കഴിക്കലൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇത് അപ്പം ഇത് നമ്മുടെ ട്രീസ് ചേച്ചി തന്നതാണ് കേട്ടോ. ഈ അപ്പം ഇതാണ് നമ്മുടെ അപ്പവും പാലും ഇതിനെ ബൈബിളൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ചേട്ടാ. ഫോണിരിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ പെസഹ അപ്പം ഞങ്ങൾ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീൽ എടുക്കുന്ന തിരക്കിൽ നമ്മൾ വ്ലോഗ് എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി അല്ലേ? ഇല്ല, എന്നാലും അപ്പവും പാലൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും അതിങ്ങനെ കൊണ്ടുവന്ന് പ്രാർത്ഥന എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് വ്ലോഗ് എടുക്കുന്ന കാര്യം. ഞങ്ങൾ രണ്ടുപേരും മാറി പ്രാർത്ഥിക്കണം, മാറി മാറി എടുക്കണം. അത് നടക്കാത്ത കാര്യം. അപ്പൊ അതുകൊണ്ട് ഷോർട്ടിൽ ഞങ്ങൾ ഒതുക്കി. അപ്പൊ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് എടുത്താൽ മതിയല്ല. അവിടെ പപ്പയും അമ്മച്ചി അവർ 8:30 ആകുമ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് അവർ മുറിക്കും. അപ്പോൾ അവർ ഈ പ്രാവശ്യം അവിടെയാണ്. ഈസ്റ്ററിന് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോൾ ശനിയാഴ്ച പോകലടന്ന്. ശനിയാഴ്ച രാവിലെ പോകുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ബിനീഷ അപ്പവും പാലും ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അടിപൊളി. ഐ ലൈക്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ ട്രെയിനറിന് കൊടുക്കണം. ആള് വരുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ ചെന്നിട്ടായാലും ഞങ്ങൾ കൊണ്ടേ കൊടുക്കട്ടെ. അപ്പൊ ഈ വീട്ടിലെ നമ്മുടെ 2ാമത്തെ പെസഹാപ്പ് മുറിക്കലാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. അതെ, എല്ലാവർക്കും ഈസ്റ്ററിലോട്ട് കടക്കാൻ പോകണേന്ന് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ അഡ്വാൻസ്ഡ്. അപ്പം നമുക്കിനി അടുത്ത വ്ലോഗായിട്ട് കാണാം. ഓക്കെ, ടാറ്റാ.